നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ ആവേശഭരിതമാക്കിയപ്പോൾ, കേന്ദ്ര വികസനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ അതിൽ അങ്കലാപ്പിലായത് CPM-ഉം കോൺഗ്രസുമായിരുന്നു. പ്രധാനമന്ത്രി പ്രസംഗിച്ച വടക്കുംനാഥ മൈതാനിയിൽ ചാണകവെള്ളം തളിക്കാൻ തുനിഞ്ഞ യൂത്ത് കോൺഗ്രസ് നടപടി ജനാധിപത്യ വിരുദ്ധവും അസഹിഷ്ണുതയുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു, മോദിയുടെ ഗ്യാരണ്ടിയിൽ വിരളി പിടിക്കുന്നത് ആര്? ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ BJP പ്രതിനിധിയായി ശ്രീ അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, അതോടൊപ്പം കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് ശ്രീ PM നിയാസ്, മാധ്യമപ്രവർത്തകനായ A. സജീവൻ, LDF പ്രതിനിധിയായി ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ്. ശ്രീ PM നിയാസിലേക്കാണ് ആദ്യം ചോദ്യം പോകുന്നത്. ശ്രീ നിയാസ്, ഇന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ചാണകവെള്ളം തളിക്കാൻ തുനിഞ്ഞ ആ നടപടി ഏതു രീതിയിലുള്ള പ്രതിഷേധമാണ്? അത് ജനാധിപത്യ വിരുദ്ധം തന്നെയല്ലേ, അവരുടെ അസഹിഷ്ണുത തന്നെയല്ലേ ചൂണ്ടിക്കാട്ടുന്നത്? നോക്കൂ, കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രിയായി വന്നത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നത് ഇപ്പോൾ ഏതാണ്ട് 10 വർഷം ആവുകയാണ്. ഈ 10 വർഷത്തിനിടയിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് തേനും പാലും ഒഴുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്ത് വെളുപ്പിച്ചതുപോലെ വെളുപ്പിക്കും ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വന്നു. ആദ്യം അദ്ദേഹം ചെയ്തത് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നോട്ട് നിരോധനമാണ്, തലതിരിഞ്ഞ നോട്ട് നിരോധനം. അതിൻ്റെ അഗാധത്തിൽ നിന്ന് ഇന്നും ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളും ഗ്രാമീണരായ ജനങ്ങൾക്കും ഇന്നും രക്ഷപ്പെട്ട് വന്നിട്ടില്ല. രണ്ടാമത് അദ്ദേഹം ഈ അടുത്ത തവണ അദ്ദേഹം അധികാരത്തിൽ വരാൻ വേണ്ടി അദ്ദേഹത്തിന് ആദ്യത്തെ 5 കൊല്ലത്തെ ഒരു കാര്യവും അദ്ദേഹത്തിന് ഗുണപ്രദമാവില്ല എന്ന് കണ്ടതുകൊണ്ട് ബാലാക്കോട്ട് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് അത് പർവ്വതീകരിച്ചുകൊണ്ട്, അത് എങ്ങനെയുള്ള ഇൻസിഡൻ്റാണെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് അത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് സോൾജേഴ്സിനെ കൊലക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞത് ഞങ്ങളല്ല, അന്നത്തെ ജമ്മു കാശ്മീരിലെ ഗവർണർ തന്നെ നേരിട്ട് പറഞ്ഞതാണ്. ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ഇടപെടലാണ്, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് അന്നത്തെ ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഉപയോഗിച്ചാണ് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പ് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, ഏറ്റവും പ്രധാനം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഒരു ക്ഷേത്രം, ഒരു പള്ളി പൊളിച്ച് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് വോട്ട് ചെയ്യണം. ഞാനൊന്ന് ഇടപെട്ട് പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം തൃശ്ശൂരിൽ വന്നത് മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനായിരുന്നു. നാരി ശക്തി മോദിക്കൊപ്പം എന്നുള്ള 2 ലക്ഷത്തിലധികം സ്ത്രീകൾ മാത്രം പങ്കെടുത്ത മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം രാഷ്ട്രീയ വിവാദങ്ങളൊന്നും അവിടെ പറഞ്ഞില്ല. താങ്കളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. നടപ്പിലാക്കിയത് മാത്രം എണ്ണിയാണ് അദ്ദേഹം പറയുന്നത്. ഏതൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതിൽ മോദിയുടെ ഗ്യാരണ്ടി, കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി, അതാണ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ ചോദിച്ചത്, ഇവിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇന്ന് വടക്കുംനാഥ മൈതാനിയിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധി കലശം നടത്താൻ വന്നിരിക്കുന്നു. ആ സമരമാർഗം, ആ സമരമുറ, അത് ഏതു രീതിയിലുള്ളത് എന്നാണ് ചോദിച്ചത്. രാഷ്ട്രീയ പരാമർശങ്ങളാകാം, രാഷ്ട്രീയ വിമർശനങ്ങളാകാം, അതിനൊന്നും എതിർപ്പില്ല. പ്രതിഷേധമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഏതു രീതിയിലുള്ള പ്രതിഷേധത്തിനും ജനാധിപത്യ ഭാരതത്തിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട്. പക്ഷേ ഈ ചാണകവെള്ളം തളിച്ച് ശുദ്ധി കലശം നടത്തുന്ന പ്രവണത, അല്ലെങ്കിൽ ആ ഒരു സമരമാർഗം എവിടെ നിന്നാണ് കോൺഗ്രസ് ആർജിച്ചത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം അത് പ്രതീകാത്മകമായ സമരമാണ്. ജനങ്ങളെ മുഴുവനും പറ്റിച്ച്, യുവജനങ്ങളെ മുഴുവനും ജോലി നൽകാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന്, ജോലി ഇല്ല എന്ന് മാത്രമേ, ഏറ്റവും കൂടുതൽ വലിയ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ കഴിയുന്ന 2 വിഭാഗം, ഒന്ന് സൈന്യവും ഒന്ന് റെയിൽവേയുമാണ്. ആ സൈന്യത്തിൽ പൂർണ്ണമായും നിയമനം ഇല്ലാതെയാക്കി 4 കൊല്ലത്തേക്കുള്ള കൂലിപ്പട്ടാളത്തിനെ ആക്കിയിരിക്കുകയാണ്. അതുപോലെ റെയിൽവേയിലെ നിയമനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്, ഒരു പ്രധാനമന്ത്രി ഇവിടെ വന്ന് വീമ്പിളക്കി കേരളത്തിലെ ജനകീയ മനസ്സിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ജനകീയ മനസ്സിൽ ഇവിടെ ജനങ്ങളെ വിഘടിപ്പിക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നതിനുള്ള പ്രതിഷേധമാണ്. അതിലെന്ത് തെറ്റാണുള്ളത്? അത് അങ്ങനെ ഒരു തെറ്റായ കാര്യമായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. ചാണകം പിടിക്കാൻ ധരിക്കാൻ തരുന്ന ഒരു ദൈവികമായ ഒരു വിശ്വാസമാണ്.
ആ വിശ്വാസം അവിടെ ശുദ്ധി കലശം വരുന്നതിനെ കുറിച്ചാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ ശുദ്ധി ഇല്ലായ്മ ഇവിടെ വന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഞങ്ങൾക്ക് അതിലൊന്നും ഞങ്ങൾ ന്യായീകരിക്കാനോ അത് തള്ളി പറയാനോ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് എന്താണ് അദ്ദേഹത്തിന് മേന്മയുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, കർണാടകയിൽ ഞങ്ങൾ മോദി ഗ്യാരണ്ടി പറഞ്ഞു, കർണാടകയിൽ കോൺഗ്രസ് ഗ്യാരണ്ടി പറഞ്ഞു. 5 എണ്ണം ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കറിയാം. 1 ഗൃഹജ്യോതി, 2000 യൂണിറ്റ് വൈദ്യുതി എല്ലാവർക്കും കൊടുക്കുന്ന പദ്ധതി പറഞ്ഞു. ഗൃഹലക്ഷ്മി പറഞ്ഞു, 2000 രൂപ ഓരോ സ്ത്രീക്കും ആ കുടുംബത്തിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അത് കൊടുത്തു കഴിഞ്ഞു. അന്നഭാഗ്യ 10 കിലോ അരി ഓരോ കുടുംബത്തിനും ഓരോ മാസവും BPL താഴെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട യുവനിധിയാണ്. ആ യുവനിധിയിൽ 3000 രൂപ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനും 2000 രൂപ ഡിപ്ലോമ ഹോൾഡേഴ്സിനും 2 കൊല്ലത്തെ കൊടുക്കാൻ തീരുമാനിച്ചു. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ ശക്തി പദ്ധതി, ഫ്രീ ട്രാവൽ ടു വനിതകൾ. അവിടെ വനിതകളുടെ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും ഓർഡിനറി സർവീസുകളിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പ് അദ്ദേഹം അധികാരത്തിൽ വന്ന് പിറ്റേ ദിവസം നടപ്പിലാക്കി. 5 ഗ്യാരണ്ടി പറഞ്ഞു, 5 നടപ്പിലാക്കി. നമ്മൾ തെലങ്കാനയിൽ 6 എണ്ണം പറഞ്ഞു, 6 എണ്ണത്തിൽ 3 എണ്ണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി 3 എണ്ണം കൂടി അവിടെ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ മോദി ഗ്യാരണ്ടിയിൽ രാജസ്ഥാനും ഛത്തീസ്ഗഡും മധ്യപ്രദേശും ഒക്കെ BJPക്കൊപ്പം പോയി. ഞാൻ ചോദിക്കുക, അത് വേറെ വിഷയം. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. മോദി വന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജോലി കൊടുത്തോ? 1. ഈ രാജ്യത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയോ? 2. ഈ ജനങ്ങളുടെ വിഭവശേഷികൾക്ക് പൂർണ്ണമായ താല്പര്യമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയോ? ഇല്ല. നിങ്ങൾ പറയുന്ന വികസനം എന്താ? ഈ വികസനം ഈ രാജ്യത്ത് ഒരു ക്ഷേത്രം ഉണ്ടാക്കിയാൽ വികസനമാകുമോ? ഈ രാജ്യത്ത് ഒരു വലിയ പ്രതിമ ഉണ്ടാക്കിയാൽ വികസനമാകുമോ? ഈ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നം അവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അത് നിങ്ങൾ സെറ്റിൽ ചെയ്തോ? ഇവിടുത്തെ വ്യവസായ മേഖലയിൽ തൊഴിൽ നൽകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. 10 ലക്ഷം തൊഴിലവസരങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും 1.5 ലക്ഷത്തോളം റോസ്ഗാർ മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് യുവാക്കൾക്ക് ജോലി നൽകുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 2 കോടി ഒരു വർഷം 2 കോടി ആളുകൾക്ക് ജോലി നൽകുന്നതല്ലേ നിങ്ങളുടെ വാഗ്ദാനം? മോഡി ഗ്യാരണ്ടി, മോഡി നൽകിയ വാഗ്ദാനമല്ലേ? ആ 2 കോടി പ്രകാരമാണെങ്കിൽ ഇപ്പം 4.5 കൊല്ലമായി. അങ്ങനെ വരികയാണെങ്കിൽ 8-9 കോടി ആളുകൾക്ക് നിങ്ങൾ ജോലി കൊടുക്കണം. എവിടെയാണ് നിങ്ങൾ കൊടുത്തത്? ഏറ്റവും വലിയ 3.5 ലക്ഷത്തോളം ആളുകളുടെ ജോലി എടുക്കേണ്ട സൈന്യത്തിൽ അത് പൂർണ്ണമായി നിങ്ങൾ ഇല്ലാണ്ടാക്കിയില്ലേ? അവിടെ നിങ്ങൾ 4 കൊല്ലത്തേക്കുള്ള കൂലിത്തൊഴിലാളികളെ കരാർ തൊഴിലാളികളാക്കി മാറ്റിയില്ലേ? നിങ്ങൾ പൊതുമേഖലാ മേഖലയിൽ എവിടെയാണ് നിങ്ങൾ ജോലി തന്നത്? അപ്പോൾ 2 കോടി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാന ലംഘനം നടത്തിയ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, അത് മോശപ്പെട്ട വ്യക്തിയാണ്. ആ മോശപ്പെട്ട വ്യക്തി വീണ്ടും കേരളത്തിൽ വന്നപ്പോൾ അവിടെ ചാണകതള്ളം തെളിക്കേണ്ടി വന്നത് അത് മാത്രമായിരുന്നു കോൺഗ്രസിന്റെ സമരമാർഗം എന്നാണ് ശ്രീ PM നിയാസ് പറയുന്നത്. ഈ ചാണകവെള്ളം തളിക്കുന്നത് പ്രതീകാത്മകമായി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. താങ്കൾക്കും അതിനെക്കുറിച്ച് നല്ല നിശ്ചയമുള്ള കാര്യമാണ്. അത് എങ്ങനെ ഒരു സമരമാർഗമാകുന്നു, ആ സമരമാർഗത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിഷയം. ശ്രീ നിയാസിലേക്ക് വരാം. ശ്രീ ജയസൂര്യൻ, ഇവിടെ ചാണകവെള്ളം തളിക്കാൻ മുതിർന്നത് ഒരു സാധാരണഗതിയിലുള്ള സമരമാർഗം മാത്രമായിരുന്നു. മോശപ്പെട്ട ഒരു വ്യക്തി വന്നു, അതുകൊണ്ടാണ് ആ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രവർത്തകർ തുനിഞ്ഞത് എന്നാണ് ശ്രീ PM നിയാസ് പറയുന്നത്. താങ്കളുടെ അഭിപ്രായം? ശ്രീ നിയാസ് പറഞ്ഞത് നരേന്ദ്രമോദിജി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് വഞ്ചിച്ചു. അങ്ങനെ വഞ്ചിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചാണകവെള്ളം തളിച്ചത് എന്നാണ് നിയാസ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് ഇന്ത്യയിൽ. 2014 അദ്ദേഹം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇതേ തൃശ്ശൂരിൽ 2014 നരേന്ദ്രമോദി വന്നപ്പോ അന്നും ഇതേ യൂത്ത് കോൺഗ്രസ് ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 2016 വീണ്ടും നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നു. അന്നും ഇവര് ചാണകവെള്ളം തളിക്കുന്ന സമരം നടത്തി. ഞാൻ ചോദിക്കട്ടെ, 2014 അദ്ദേഹം പ്രധാനമന്ത്രി പോലുമല്ല. അതിന് മുമ്പ് വന്നപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് ചാണകവെള്ളം തളിച്ചത്? എന്ത് വഞ്ചനയാണ് അദ്ദേഹം നടത്തിയത്? അതുപോലെ തന്നെ 2016 ഇപ്പോൾ തൃശ്ശൂരിൽ എപ്പോൾ നരേന്ദ്രമോദി വന്നാലും ചാണകവെള്ളം തളിക്കാൻ ശ്രമിക്കുക, സമരം നടത്തുക എന്നുള്ള ഈ ശൈലി എന്തിന്റെ അടിസ്ഥാനത്തിൽ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, മോദി ഗ്യാരണ്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് മോദിയുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കാത്ത കേരളത്തിൽ
അദ്ദേഹം പറഞ്ഞ ഗ്യാരണ്ടികൾ അദ്ദേഹം നടപ്പാക്കിയത് മുഴുവൻ പറഞ്ഞാൽ സമയം തീരില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാതെ കടന്നു പോകാനും പറ്റില്ല. കേരളത്തില് ടോയ്ലറ്റുകൾ നൽകുന്ന സ്വച്ഛ ഭാരത് പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോ വളരെ ആക്ഷേപത്തോടു കൂടിയാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും UDF-ഉം LDF-ഉം ഒക്കെ അതിനോട് പ്രതികരിച്ചത്. എന്നാൽ കേരളത്തിൽ മാത്രം, ഞാൻ പറയുന്ന കണക്കുകൾ മുഴുവൻ കേരളത്തിലേത് മാത്രമാണ്. അതായത് BJP ഭരിക്കാത്ത കേരളത്തിൽ മാത്രം 2,39,360 ടോയ്ലറ്റുകൾ സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് കൊടുത്തു കഴിഞ്ഞു നരേന്ദ്രമോദി. അതാണ് മോദി ഗ്യാരണ്ടി. കേരളത്തിൽ മാത്രം പ്രധാനമന്ത്രിയുടെ വീട് പദ്ധതി 19,850 വീടുകൾ നഗരപ്രദേശങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. അതാണ് മോദി ഗ്യാരണ്ടി. വീട് തോറും വൈദ്യുതീകരിക്കുന്ന ദീൻദയാൽ ഉപാധ്യായ കുടിൽ ജ്യോതി യോജന 3,25,000 വീടുകൾ കേരളത്തിൽ മാത്രം വൈദ്യുതീകരിച്ചു. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാതിരുന്ന, വളരെ ഒന്നാം സ്ഥാനത്താണെന്നൊക്കെ അഭിമാനിക്കുന്ന കേരളത്തിൽ പോലും ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലായിരുന്ന 55,34,109 പേർക്ക് ഈ കേരളത്തിൽ ജൻധൻ അക്കൗണ്ട് കൊടുത്തു. അതാണ് മോദി ഗ്യാരണ്ടി. അതുപോലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുത്ത്, സ്റ്റൈഫൻഡ് കൊടുത്ത്, അവർക്ക് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും സൗജന്യമായി കൊടുത്തിട്ട് 2,17,402 പേർക്ക് തൊഴിൽ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിന്ന് തൊഴിൽ ചെയ്യുന്നു. അതാണ് മോദി ഗ്യാരണ്ടി. കേരളത്തില് ഇന്ന് സൗജന്യമായിട്ട് 1,55,00,000 പേർക്ക് സൗജന്യമായിട്ട് അരി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ജനസംഖ്യ ഏതാണ്ട് പകുതിയോളം. അതാണ് 1,55,00,000 പേർക്ക് സൗജന്യ അരി കൊടുക്കുന്നു. അതാണ് മോദി ഗ്യാരണ്ടി. അതുപോലെ കേരളത്തിലെ അംഗൻവാടികളില് പോഷകാഹാരം വിതരണം ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും 109,75,00,000 രൂപ വീതം അംഗൻവാടികളിൽ കൊടുക്കുന്നു. മോദി ഗ്യാരണ്ടി. ഈ കൊച്ചു കേരളത്തിലെ LPG കണക്ഷനുകൾ സൗജന്യമായിട്ട് അനുവദിച്ചത് 3,41,270 വീടുകളിലാണ്. അതാണ് മോദി ഗ്യാരണ്ടി. അതുകൊണ്ട് മാത്രം തീരുന്നില്ല. നമ്മുടെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, ഈ പെൻഷനുകൾക്കൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ പണം കിട്ടുന്നു എന്ന് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ സഹായം, ഭക്ഷ്യസുരക്ഷാ സഹായം, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള മൂലധന നിക്ഷേപം, എന്തിനേറെ നമ്മുടെ കോളേജ് അധ്യാപകർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ നേർപകുതി 50%, ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് അതായത് അടുത്ത 4 മാസത്തേക്ക് 2024 ഏപ്രിൽ മാസം വരെയുള്ള സഹായധനത്തിന്റെ മുൻകൂർ, കേരളത്തിൽ പണമില്ല, ദരിദ്രമാണ് എന്ന് ഹൈക്കോടതിയിൽ പോലും സത്യവാങ്മൂലം കൊടുത്ത ഒരു സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാത്ത സഹായം 2024 ഏപ്രിൽ മാസം വരെ മുൻകൂറായിട്ട് കൊടുത്തു 6,214 കോടി. അപ്പോൾ അതാണ് മോദി ഗ്യാരണ്ടി. പട്ടിണി കിടക്കരുത്. അതുകൊണ്ടാണ് മോദിജി വരുന്നതിന് മുമ്പ് ഈ സംസ്ഥാനത്തേക്ക് കേന്ദ്ര സർക്കാരുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഗ്രാന്റ് എന്ന് പറയുന്നത് 602 കോടിയാണ്. എന്നാൽ മോദിജിക്ക് ശേഷം ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്നത് 22,171 കോടി ഗ്രാന്റ് ആണ് കിട്ടുന്നത്. വളരെ ചുരുക്കി പറയാം, വിശദമായിട്ട് പറയാൻ ധാരാളം കണക്കുകളുണ്ട്. പക്ഷെ ചുരുക്കി പറയാം, കഴിഞ്ഞ 9 വർഷക്കാലം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 9 വർഷക്കാലം ഇന്ത്യ ഭൂഖണ്ഡത്തിന്റെ 1% മാത്രം വിസ്തീർണം വരുന്ന കേരളത്തിലേക്ക്, ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.5% മാത്രം വരുന്ന കേരളത്തിലേക്ക് 9 വർഷക്കാലം കൊണ്ട് 9 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ കൊടുത്തു കഴിഞ്ഞു, നടപ്പാക്കി കഴിഞ്ഞു. അതാണ് മോദി ഗ്യാരണ്ടി. നമ്മുടെ ഹൈവേ വികസനം, നമ്മുടെ റെയിൽവേ വികസനം, നമ്മുടെ തുറമുഖ വികസനം, ഇങ്ങനെയുള്ള നിരവധി മേഖലകളിൽ എണ്ണിയാലൊടുങ്ങാത്ത വിധത്തിലുള്ള വമ്പൻ വികസന പദ്ധതികൾക്ക് വേണ്ടി തുക അനുവദിച്ചു. ഇതൊക്കെ നമുക്ക് പച്ചയായ യാഥാർത്ഥ്യമാണ്, അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യും എന്നല്ല പറഞ്ഞത്, ചെയ്തു കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു. വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇത് ചരിത്രത്തിലാദ്യമാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ ചരിത്രത്തിലാദ്യമാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് ഇത്ര വിപുലമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ നരേന്ദ്രമോദിയെ ചാണകവെള്ളം കളിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഈ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള അങ്ങേയറ്റത്തെ ഇടുങ്ങിയതും ദുഷ്ടവും ആയിട്ടുള്ള ജാതി ചിന്തയാണ്. കാരണം ഒരു OBC കാരൻ, ഒരു പിന്നോക്കക്കാരൻ, അയാള് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് കയറിയിരുന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പിന്നോക്കക്കാരനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ക്രൂരവും നിന്ദ്യവും നീചവുമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം അങ്ങേയറ്റം സംസ്കാര ശൂന്യമായി
2014 തൃശ്ശൂരിൽ ചെയ്തു, 2016 തൃശ്ശൂരിൽ ചെയ്തു, ഇപ്പോൾ ഇതാ ഈ 2024 ചെയ്തു. അതായത് ജാതി നിന്ന എന്ന് തന്നെ പച്ചയ്ക്ക് പറയേണ്ടി വരും. ഈ തരത്തിലേക്ക് കോൺഗ്രസ് അധപ്പതിക്കാൻ പാടില്ലാത്തതാണ്. അതിന് മറ്റെന്ത് ന്യായീകരണം പറഞ്ഞാലും കോൺഗ്രസ് അത്ര വലിയ പാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വലിയ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് റജിൽ ബാപ്പുറ്റി അവിടെ പശുവിനെ കൊന്ന് ഇറച്ചി വിതരണം ചെയ്തതും ഇതേ കേരളത്തിലാണ്. അപ്പോൾ വലിയ മൂല്യങ്ങളോടൊക്കെ വലിയ ആരാധന പുലർത്തുന്നുണ്ടെങ്കിൽ ഗോവധം പോലും നടത്താൻ മടിയില്ലാത്ത വിധത്തിലുള്ള ഒരു സാംസ്കാരിക ച്യുതിയിലേക്ക്, അധമ മനോഭാവത്തിലേക്ക് കോൺഗ്രസ് നിബന്ധിച്ചിരിക്കുന്നു. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കേരളത്തിനകത്തും ഇന്ത്യ മുഴുവനും വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ള നിലയുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് മൂത്ത കോൺഗ്രസ്സുകാര് ഇവിടെ ചെയ്യിച്ചിരിക്കുന്നത്. ഇതൊക്കെ യൂത്ത് കോൺഗ്രസും KSUവും തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അപകടമാണ്. ആ തരത്തിലുള്ള പ്രതികരണമായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. ഇത്ര മാത്രമാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. അതെ, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, നാരി ശക്തി സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. അദ്ദേഹം വികസന പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ പരാമർശം തൃശ്ശൂർ കണ്ട് ആരും പനിക്കണ്ട എന്നുള്ളതായിരുന്നു. ഇവിടെ പനിച്ചൂട് ആർക്കാണ് ശരിക്കും ബാധിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞൊരു പ്രധാന വാചകം, ഞാൻ ഗ്യാരണ്ടിയിലേക്ക് വരാം, ആദ്യം ഒന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണക്കടത്ത് നടന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഓഫീസിലാണെന്നാണ്. അദ്ദേഹം ഉദ്ദേശിച്ച ആരെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ 5-6 വർഷമായിട്ട് ഈ മോഡിയുടെ കീഴിലുള്ള കുറെ ഏജൻസികൾ പരന്തനക്കലും എയർപോർട്ട്, എംബസി, വിമാനം, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ്. ഇത്രയും കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന എംബസികളും ഈ ഉദ്യോഗസ്ഥന്മാരും പാറി പറന്നിട്ടും ഇതുവരെ ഈ പറഞ്ഞ ഓഫീസിലേക്ക് എത്താൻ ഈ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നുകൊണ്ട് ഈ ഓഫീസിലാണ് ഈ സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ലജ്ജാവഹമാണ്. അപ്പൊ ചാണകം തെളിച്ചാൽ പോരാ. കാരണം അത്രയ്ക്ക് ലജ്ജാവഹമായിട്ട് പ്രൈം മിനിസ്റ്റർ പറയാൻ പാടില്ല. അന്വേഷണ ഏജൻസിയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആള് പറയുന്നു ഇത്രയും നാളായിട്ട് ഒരു തുരുമ്പും കിട്ടാതെ ആ ഓഫീസിലാണ് നടന്നത്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല പറഞ്ഞത്, അങ്ങേയറ്റം രാഷ്ട്രീയം അങ്ങനെ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. ഇനി മോഡിയുടെ ഗ്യാരണ്ടിയിലേക്ക് 2019 ഈ ഗവൺമെന്റ് രണ്ടാമതായിട്ട് വന്നത്. അദ്ദേഹം 2019 ഫെബ്രുവരി മാസത്തിൽ അന്നൊരു താൽക്കാലിക ധനകാര്യമന്ത്രിയായിരുന്നു പീയൂഷ് ഗോയൽ. അതിനുശേഷം അദ്ദേഹം ഒരു താൽക്കാലിക ബജറ്റ് അവതരിപ്പിച്ചു. അതിനുശേഷം നിർമ്മലാ സീതാരാമൻ വന്ന് ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലിരിപ്പുണ്ട്. ആ ഗ്യാരണ്ടിയിൽ എന്തൊക്കെ നടപ്പിലാക്കിയെന്ന് നോക്കാം. 5 വർഷമായി അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, അസംഘടിത തൊഴിലാളികൾക്ക് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികൾക്കാണ് പ്രതിമാസം 3000 രൂപ. എത്ര തൊഴിലാളികൾ കൊടുക്കും? മറുപടി പറയണം ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയസൂര്യ കുറെ വേതന പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഫിഷറീസ് മന്ത്രാലയം സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ന്യായ് പദ്ധതി, അതായത് മിനിമം വേതന പദ്ധതി 72,000 രൂപ, മാസം 6,000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. 3.6 ലക്ഷം കോടി ആൾക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ 7 കോടി കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അതിന്റെ അർത്ഥം പരിധിയില്ലാതെ പലിശയില്ലാതെ വായ്പ. എത്ര പേർക്ക് കൊടുത്തു? പരിധിയില്ലാതെ പലിശയില്ലാതെ വായ്പ. അടുത്ത ചെറുകിട വ്യവസായ മർച്ചന്റുകൾക്ക് ക്രെഡിറ്റ് കാർഡ്. അതിനനുസരിച്ച് GST കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ പലിശയില്ലാതെ വായ്പ ആർക്കെങ്കിലും കൊടുത്തു. കർഷക ആത്മഹത്യ കുറയ്ക്കാൻ കാർഷിക കടങ്ങളെല്ലാം എഴുതിത്തള്ളൂ എന്ന് പറഞ്ഞു. ഇത് അന്ന് അവതരിപ്പിച്ച ബജറ്റിലെ പ്രസക്തമായ ഭാഗങ്ങളാണ്. 2019 ബജറ്റിലെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലായി? ഒരു ബജറ്റിൽ പറയുന്ന കാര്യങ്ങളല്ലേ ആദ്യം നടപ്പിലാക്കേണ്ടത്. ഇവിടെ കുറച്ചു പേർക്ക് കക്കൂസ് കൊടുത്തു, കുടിവെള്ളം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അതാണ് അദ്ദേഹം ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. ഞങ്ങൾ കക്കൂസ് കൊടുത്തു, ഞങ്ങൾ കുടിവെള്ളം കൊടുത്തു. ഇതാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി? അദ്ദേഹത്തിന്റെ ബജറ്റിൽ 2019 5 വർഷം കഴിയുന്നു 5ാമത്തെ ബജറ്റ് വരാൻ പോകുന്നു. 2014 ഞാൻ വിടുന്നു. ബാക്കി ബജറ്റിൽ ഏതെങ്കിലും ഇരിപ്പുണ്ട്? ഈ 2019 ബജറ്റിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 10 കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യവും നടപ്പിലായിട്ടില്ല. അത് ഗ്യാരണ്ടി അവിടെ നിൽക്കട്ടെ. 2014 അദ്ദേഹം പറഞ്ഞപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവര് തിരുവനന്തപുരത്തൂടെ കാളവണ്ടി കെട്ടിക്കൊണ്ട് നടന്നു. ഡീസലിന് അന്നത്തെ 2014 ഡിസംബറിലെ വില, ഡീസലിന്റെ വില 61 രൂപ 21 പൈസ, പെട്രോളിന്റെ വില 63 രൂപ 33 പൈസ. അന്ന് അന്തർദേശീയ തലത്തിൽ 1 ബാരൽ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ 158.987 ലിറ്ററാണ്.
അതിന്റെ വില അന്തർദേശീയ തലത്തിൽ $117. ഇന്നലത്തെ വില $79. പക്ഷേ അസംസ്കൃത പദാർത്ഥമായി ഇത്രയും വില കുറഞ്ഞു നേരെ 3-2 വില കുറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന എത്ര? ഡീസലിനും പെട്രോളിനും 100 രൂപ മുകളിൽ നമ്മൾ കൊടുക്കുന്നു. ഇതാണോ മോഡിയുടെ ഗ്യാരണ്ടി? അന്തർദേശീയ തലത്തിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിന് $117 നിന്ന് $79 കുറഞ്ഞപ്പോൾ 63 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 105 രൂപയ്ക്കും 66 രൂപയുടെ സാധനം 110 രൂപയ്ക്കും വാങ്ങിക്കും. അന്ന് 403 രൂപ ആയിരുന്നു ഗ്യാസിന്റെ വില. ഇപ്പോൾ 1100 വരെ പോയിട്ട് അല്പം ഒന്ന് കുറച്ചു കൊടുത്തു ഗ്യാസിന്റെ വില കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോൾ. ഒന്ന്, ഇത് ഇത്രയും സാധനങ്ങൾക്ക് നിങ്ങൾ വില കൂട്ടി. ഇതാണോ മോഡിയുടെ ഗ്യാരണ്ടി? 2, 2016 നവംബർ മാസം 8-ാം തീയതി 16.25 ലക്ഷം കോടി രൂപയായിരുന്നു ഇന്ത്യയിലുള്ളത്. അതാണല്ലോ നോട്ട് നിരോധിച്ചത്. അതായത് 2016 നവംബർ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഏകദേശം 70 വർഷം കഴിഞ്ഞു. 70 വർഷത്തിനകത്ത് 5 വർഷം BJP ഭരിച്ചതുകൊണ്ട്, ജനതാദൾ ഭരിച്ചതുകൊണ്ട്, കോൺഗ്രസ് ഭരിച്ചാണ് കൂടുതൽ വർഷം. ആകെ ഉണ്ടായിരുന്ന നോട്ട് 16.28 ലക്ഷം കോടി. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്ന വാർത്തയാണ്. എന്താ ഇപ്പോൾ ഇന്ത്യയിലെ സർക്കുലേഷൻ എന്ന് പറയുന്നത്? കറൻസി ന്യൂസ് 30 ലക്ഷം കോടി. 2020 മുതൽ ഇന്ത്യയിലെ കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്തയാണ്. 30 ലക്ഷം കോടി. അതായത് 7 വർഷം കൊണ്ട് 14 ലക്ഷം കോടി രൂപ ഗവൺമെന്റ് അടിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? 14 ലക്ഷം കോടിക്ക് 5-6 കക്കൂസ് കൊടുത്തു. 14 ലക്ഷം കോടിക്ക് 5-6 പാവത്തുകൾക്ക് ഗ്യാസ് കൊടുത്തു. 16 ലക്ഷം കോടി രൂപയാണ് അധികം അടിച്ചത്. ഒരു രാജ്യത്ത് ഇത്രയും കൂടുതൽ കറൻസി അടിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. 70 വർഷമായിട്ട് ഇന്ത്യയിലുള്ളത് 16 ലക്ഷം കോടിയെങ്കിൽ ഭാരതം കാണാത്ത റോഡ് വികസനങ്ങൾ നടക്കുകയാണ്. ഞാൻ പറയട്ടെ, റോഡ് വികസനങ്ങളൊക്കെ പണ്ടുണ്ട്. 16 ലക്ഷം കോടി നിങ്ങൾ എന്ത് ചെയ്തു? മറുപടി പറയണം. 16 ലക്ഷം കോടിക്ക് എന്ത് ചെയ്തു? ഒന്നത് അവിടെ തീരുന്നില്ല. ഇന്ത്യയുടെ കടം, ഇന്ത്യയുടെ ഡെഫ്റ്റ് എത്രയാണെന്നറിയാവോ? 2014 മുതൽ 2047 മുതൽ 2014 വരെ ഇന്ത്യയുടെ കടം 55 ലക്ഷം കോടി. ഇന്ത്യയുടെ വിദേശ കടം എന്ന് പറയുന്നത്. പക്ഷേ ഈ 2014 മോഡി വന്നതിന് ശേഷം ഇന്ത്യയുടെ വിദേശ കടം 2023 ഡിസംബർ 30 വരെയുള്ള കടം 169.46 ലക്ഷം കോടി. ഈ പത്രം ഇത് ഡിസംബർ മാസം 23-ാം തീയതി ഇറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ്. ഇതിൽ ഹെഡിങ് എന്താണ്? എഡിറ്റോറിയലാണ്, ഹെഡിങ് അല്ല. ഡെപ്റ്റ് റെഡ് ഫ്ലാഗ് ബൈ IMF. IMF റെഡ് ഫ്ലാഗ് കൊടുത്തിരിക്കുന്നു. ഇതിന് തൊട്ടടുത്ത ദിവസം പത്രത്തിൽ നിർമ്മല സീതാരാമൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് റേസിംഗ് എ റെഡ് ഫ്ലാഗ് ഓൺ ഇന്ത്യസ് എലിവേറ്റഡ് ഡെപ്റ്റ്. ഇന്ത്യയുടെ ഇത്രയും വലിയ കടത്തിനെതിരെ കൊടുത്തിരിക്കുന്നതിന് പറഞ്ഞിരിക്കുന്നുണ്ട് ഡെപ്റ്റ് ടു GDP റേഷ്യോ ഗോ ആസ് ഹൈ 130% ഓഫ് GDP. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് GDP-യുടെ 130% ഉയരും. അത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം തന്നെയുണ്ട് 2003-ൽ. ആ GDP-യുടെ 28 മുതൽ പരമാവധി വരെ 40%. ഇപ്പോൾ നമുക്കുള്ള കടം എന്ന് പറയുന്നത് 58% നമ്മുടെ GDP നമ്മുടെ വരവിനനുസരിച്ചുള്ള കടമാണ്. അപ്പോൾ ഈ പൈസ നിങ്ങൾ എന്ത് ചെയ്തു? 110 ലക്ഷം കോടി നിങ്ങൾ അധികം കടം. ഒന്നത്. അടുത്തത്, നമ്മൾ ഇവിടുന്ന് ഷെയർ വിൽക്കുന്നുണ്ട് ഓഹരി. 2014 ശേഷം ഡിസംബറോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കടമെടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്. 292 പറയുന്നുണ്ട് സംസ്ഥാനങ്ങൾ, കേന്ദ്രങ്ങൾ കടമെടുക്കാത്തതിനെ കുറിച്ച്. നമ്മൾ ഇവിടെ ഓഹരി വിറ്റത് ബാക്കി അവിടെ നിൽക്കട്ടെ. ഇത്രയും നാൾ കൊണ്ട് നിർമ്മല സീതാരാമൻ വെച്ച കണക്കനുസരിച്ച് 4 ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ വിറ്റ്. ആരുടെയൊക്കെ ഓഹരി വിറ്റ്? ഇന്ത്യയിൽ ലാഭത്തിലോടുന്ന മഹാനവരത്ന കമ്പനികൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം. എന്തിന്? ഇന്ത്യ ഗവൺമെന്റ് സാമ്പത്തികമായിട്ട് താങ്ങി നിർത്തുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ 48,000 കോടി രൂപയുടെ ഓഹരിയാണ് വിറ്റത്. അങ്ങനെ വിറ്റ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. എന്റെ നാട്ടിൽ ഒരു വലിയ വീടുണ്ട്. ആ വീട്ടിൽ വെച്ചാണ് അടൂർ ഗോപാലകൃഷ്ണൻ എലിപ്പത്തായം എന്നൊരു സിനിമ പിടിച്ചു. ഇവിടെ സജീവൻ സാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എലിപ്പത്തായം ദേശീയം എന്തെന്നറിയോ? പഴയ കാരണവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തേവലക്കര ക്ഷേത്രം വരെ 3 കിലോമീറ്റർ നടന്നും അദ്ദേഹത്തിന്റെ മാത്രം വസ്തുവായിരുന്നു. ഇത് ബ്രാഹ്മണരെ സൂചിപ്പിക്കാനും അവർക്ക് ഊണ് കൊടുക്കാനും പശുവിനെ കൊടുക്കാനും ഒക്കെ ആയിട്ട് തമ്പുരാൻ നടത്തി വിറ്റ് അവസാനം കഴുത്തറുത്ത് മരിച്ചു. ഞാൻ എന്റെ 8ാമത്തെ വയസ്സിൽ പോയി കണ്ട വലിയ വീട്ടിൽ കൃഷ്ണപിള്ളെ വർഷങ്ങൾക്ക് മുമ്പ് 52 വർഷങ്ങൾക്ക് മുമ്പ് കഴുത്തറുത്ത് മരിച്ചു. കാര്യം എന്താ? വിൽക്കാൻ വസ്തുവില്ലായിരുന്നു. വിറ്റ് നാട്ടുകാരെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. അവിഹിത മക്കളുണ്ടായിരുന്നെങ്കിൽ പോലും വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ആ വലിയ വീട്ടിൽ കൃഷ്ണപിള്ള കഴുത്തറുത്ത് മരിച്ച് വീട്ടിൽ വെച്ച അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ അവാർഡ് വേണം എലിപ്പത്തായം പിടിച്ചത്. ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വർഷങ്ങളായിട്ട് 10-70 വർഷങ്ങളായിട്ട് സമ്പാദിച്ചു കൂട്ടിയ
സ്വത്തുക്കളെല്ലാം വിറ്റ് വിദേശത്തുനിന്ന് കടവും വാങ്ങിച്ചിട്ട് പറയുന്നു മോഡീസ് ക്യാറ്റ് 2 കക്കൂസ് കുഴിച്ചു കൊടുത്തിട്ട്, അതല്ലെങ്കിൽ വീട്ടിലൊരു ഗ്യാസ് കണക്ഷൻ ബാക്കിയുള്ളവരുടെ 1100 രൂപ വാങ്ങിച്ചിട്ട് പാവത്തുങ്ങൾക്ക് ഒരു ഗ്യാസ് കൊടുത്തിട്ട് പറയാം ഇത് ബോഡി ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ 38 ലക്ഷം വേക്കൻസി ഇന്ത്യയിൽ മൊത്തത്തിലുള്ളത്. അപ്പോഴാണ് 5ാമത്തെ ധനശക്തിയായി ഭാരതം മാറുന്നത്. എല്ലാ മേഖലകളിലും വികസന തുടരുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിന്റെ വാക്കുകൾക്കായി കാതോർക്കുന്നത്. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് താങ്കളുടെ ഈ പരാമർശം. മറ്റ് അതിഥികളിലേക്ക് ശ്രീ സജീവൻ, ഇവിടെ ഇന്ത്യ സഖ്യം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന നിരന്തര വിമർശനങ്ങളാണ് വികസന മുരടിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ വികസന നേട്ടങ്ങൾ എണ്ണി തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്, പ്രധാനമന്ത്രി പറയുന്നത്, ആവർത്തിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതിൽ കൃത്യമായ ദിശാബോധവും കേന്ദ്ര സർക്കാരിനുണ്ട്. അത് പറയുമ്പോൾ കടക്കെണിയിലാണ് ഭാരതം എന്ന് പറയുകയും ഏതെങ്കിലും ശൗചാലയങ്ങൾ പണിഞ്ഞതുകൊണ്ട് വികസനമാകുമോ, അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ നൽകിയതുകൊണ്ട് വികസനമാകുമോ, അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയതുകൊണ്ട് വികസനമാകുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഭാരതം ഉയർച്ചയിലെത്തി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിൽ വിറളി പൂണ്ടുള്ള ഈ പ്രതിപക്ഷ സംഘടനകളുടെ ആരോപണം മാത്രമായി ഇത് ചുരുങ്ങുകയാണോ? 2024 മെയ് മാസത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ ഒരു വർഷം മുമ്പ് മുന്നൊരുക്കം തുടങ്ങും. അതായത് 2023 ജൂൺ മാസത്തിലൊക്കെ ഇതിന് മുന്നൊരുക്കം ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ഇവിടെ സ്വാഭാവികമായിട്ടും പല പാർട്ടികളും ആ രീതിയിലുള്ള മുന്നൊരുക്കം പല രീതിയിൽ ആരംഭിച്ചു. സത്യത്തിൽ അതിന്റെ ശരിയാ 2024 ജനുവരിയിൽ ആദ്യം തന്നെ വേണമെങ്കിൽ പുതുവർഷ പുലരി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രൂപത്തിലാണ്. പുതുവർഷം കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും തൃശ്ശൂരിൽ ഇവിടെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം ഉണ്ടാവുന്നത്. വലിയ ജനക്കൂട്ടം ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല. പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത് 2024 തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന അതിന്റെ ഉദ്ഘാടനമാണ് സത്യത്തിൽ നടന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രകടന പത്രികയിൽ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. അദ്ദേഹം ഓരോ ഘട്ടവും ഇത് മോദിയുടെ ഉറപ്പാണ് എന്ന രീതിയിൽ മലയാളത്തിൽ തന്നെ പറയുന്നു. ഓരോ കാര്യം അക്കമിട്ട് പറഞ്ഞു, പിന്നെ അവസാനം പറയുന്നു മോദിയുടെ ഉറപ്പാണ്. സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടികളും അവർ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും. ഇപ്പം ഈ LDF സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ നവകേരള സദസ് നടത്തി പോകുമ്പോൾ അവരും പറയുന്നത് അവർ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ള കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ പറയും. ഇത് രാഷ്ട്രീയ ഇതിലേതെങ്കിലും പക്ഷത്തെ നമ്മൾ അതാണ് ശരി ഇതാണ് ശരി എന്ന് എന്നെ പോലെ ഒരാള് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ അവകാശവാദങ്ങൾ ഇവിടെ BJP ആണെങ്കിലും അല്ലെങ്കിൽ NDA ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒക്കെ ശക്തമായിട്ട് ഉന്നയിക്കണം. ഇത് ജനങ്ങളുടെ മുമ്പാകെ ഇത്തരം കാര്യം ഞങ്ങൾ ഇന്നൊക്കെ ചെയ്തു. ഇപ്പോ ഇവിടെ ഇത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ, മോദിയുടെ ഉറപ്പ് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളാണ് ജയസൂര്യനൂടെ കൃത്യം അതേ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ അതേ രീതിയിൽ ഓരോന്നെടുത്ത് പറഞ്ഞത്. അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു വിമർശനമാണ് ഇത്. അന്ന് പറഞ്ഞ 2014 19 പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ അഡ്വക്കേറ്റ് ബൽദേവ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തില് അതേപോലെ തന്നെ നിയാസും പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ കർത്തവ്യമാണ്, അവർ ചെയ്യണം. ഇത് എല്ലാം കൂടി വിലയിരുത്തിയിട്ടാണ് ജനം വോട്ട് ചെയ്യുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ പലതും നമ്മളെപ്പോൾ രാഷ്ട്രീയ പ്രസംഗത്തിലോ അല്ലെങ്കിൽ പൊതുപ്രസംഗങ്ങളിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനയിലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും അവരുടെ കാര്യം കൃത്യമായിട്ട് സമർപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയും. അത് പറയുക തന്നെ വേണം. ഇവിടെ ഞാൻ ഒരു കാര്യത്തിൽ സമ്മതിക്കുന്നു. കേരളം എന്ന് പറയുന്നത് ഞാൻ രാഷ്ട്രീയം പഠിക്കാൻ തുടങ്ങിയെങ്കിൽ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകൻ എന്നതിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന കാലത്ത് BJP ഒരു കാലത്ത് കേരളത്തെ കുറിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല. വളരെ കുറഞ്ഞ 4% വോട്ട് മുതൽ ഒരു 7%, 8% വോട്ടൊക്കെയാണ് അപൂർവം ചില മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ആണെങ്കിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുണ്ടായിരുന്ന BJP പലപ്പോഴും ഈ വോട്ട് വിൽപ്പനയെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ അവർ കേട്ടിരുന്നു. അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ചു കാലം 2014 ശേഷം 2014 പോലും അത്രയും ശക്തമായിട്ട് നീങ്ങിയിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. പല മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിൽ തന്നെ അവർ 2ാം സ്ഥാനത്ത് എത്തുന്ന ഒരവസ്ഥ വന്നു.
അതിനേക്കാൾ കുറെ കൂടി അന്ന് നരേന്ദ്രമോദിയുടെ ശ്രദ്ധയൊന്നും കേരളത്തിലേക്ക് അങ്ങനെ പോയിരുന്നില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കേരളത്തിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പോലും. പക്ഷേ 2022 BJPയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ 2022 അവസാനത്തിലാണ് അവർ തീരുമാനിച്ച കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടെ സാന്നിധ്യം ഉറപ്പിക്കണം, അവിടെ നിന്ന് പ്രതിനിധികളെ ഉണ്ടാക്കേണ്ടത്, ലോക്സഭയിലേക്ക് അംഗങ്ങളെ എത്തിക്കണം എന്നുള്ളായിരുന്നു. അത് കഴിഞ്ഞ് 2023 മാർച്ച് മാസത്തിലും ഇതേ കാര്യം തന്നെ അവർ ആവർത്തിച്ച് തീരുമാനിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്റെ ഒരു കണക്ക് കൂട്ടൽ നേരിട്ട് നരേന്ദ്രമോദി തന്നെ ആദ്യമായിട്ട്, മറ്റു സംസ്ഥാനങ്ങളിലൊന്നും അത് ഇത്രയും ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് പോയിട്ടില്ല. അദ്ദേഹം എത്തുന്നു, തൃശ്ശൂരിൽ തന്നെ എത്തുന്നു, അതും സ്ത്രീകളുടെ ഒരു സമ്മേളനം വിളിക്കുന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ നിന്ന് 1 or 2 സീറ്റ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേട്ടിടത്തോളം, തീരും പ്രഖ്യാപനമൊന്നും വരാത്തിടത്തോളം നമുക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂരിൽ നമുക്ക് ഏതാണ്ട് എല്ലാം ഉറപ്പിക്കാവുന്ന രൂപത്തിൽ അവിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയാവുക. അവിടെ മാത്രം, തൃശ്ശൂർ മാത്രമല്ല, നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ പോലെ തന്നെ ശക്തമായിട്ട് കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഭരണപരമായ കാര്യങ്ങൾ അവരുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ധനമന്ത്രിയെ അവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിർത്താനുള്ള ശ്രമം ഒരു നീക്കം നടക്കുന്നുണ്ടായിട്ട് അറിയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അപ്പോ ഇനി അങ്ങോട്ടേക്ക് അവരുടെ നീക്കം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സീറ്റ് പിടിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം. അതിനുള്ള വരവിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇതുവരെ ഇത്രയും കാലത്ത് നേരത്തെ ബൽദേവ് പറഞ്ഞ പോലെ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത് ഈ 2021 മുമ്പാണല്ലോ. അതായത് 2ാം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പാണ്, 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അന്ന് മുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ പ്രധാനമന്ത്രി ഒരു കാലത്തും ഈ ഇവിടെയുള്ള ഭരണകൂടത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് കാര്യമായി പറഞ്ഞിട്ടുള്ള പേരൊന്നും പ്രഖ്യാപിക്കാതെ ആണെങ്കിൽ പോലും ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ മുഖ്യ സ്രോതസ് എവിടെയാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വാദമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപിക്കലാണ്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവിടെ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്ന ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ വീടുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ അതിന് പകരം ഞങ്ങൾ PMAY അനുസരിച്ചാണ് വീട് കൊടുക്കുക, ഇത്ര ലക്ഷം ആൾക്ക് കൊടുത്തു, ഈ കക്കൂസുകൾ കൊടുത്ത കാര്യം, അല്ലെങ്കിൽ പിന്നെ ഈ ഗ്യാസ് കണക്ഷൻ കൊടുത്ത കാര്യമൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്തുള്ളതാണ്. ഇനി അങ്ങോട്ടേക്ക് ഇതാണ് കാണാൻ പോകുന്നത്. ഞാൻ അത് ആ വാദപ്രതിവാദങ്ങളെ കുറിച്ചോ അതിൽ നിരത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ അല്ല പറയുന്നത്. നേരിട്ട് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നു, തൃശ്ശൂരിൽ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സമ്മേളനം എന്തുകൊണ്ട് തൃശ്ശൂരിൽ വിളിച്ചുകൊണ്ട് പോലും പ്രത്യേകതകളാണ്. അതായത് ഇപ്പോ സുരേഷ് ഗോപിക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണം, അദ്ദേഹത്തിന് കേസ് ഉള്ളതാണ്, ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള പേരിലാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള പേരിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സ്ത്രീകളുടെ പിന്തുണ BJPക്കുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രതിപുരുഷനായിട്ട് നിൽക്കുന്ന മത്സരിക്കുന്ന സുരേഷ് ഗോപിക്കുണ്ട് എന്ന് സ്ഥാപിക്കലാണ്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തൊന്നുമില്ലാത്ത നടി ശോഭനയെ പോലെ, വൈക്കം വിജയലക്ഷ്മിയെ പോലുള്ള ആളുകളൊക്കെ സ്റ്റേജിൽ തന്നെ നിർത്തിയത് കൊണ്ട് സ്ത്രീകളുടെ പിന്തുണ എന്നുള്ളത് വരുത്തുകയാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ബലപ്രയോഗത്തിലെ നല്ല ഒരു നീക്കമാണ്. ഞാൻ ആ BJP അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദി അനുകൂലിച്ചുകൊണ്ടല്ല പറയും. പക്ഷെ രാഷ്ട്രീയ തന്ത്രങ്ങൾ നടപ്പാക്കുന്നതിൽ വളരെ കൃത്യമായിട്ട് കേരളത്തിൽ ഏറ്റവും ആദ്യം അതിന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ഇവിടെ അതിന് പകരമായിട്ട് ചാണകവെള്ളം നിറച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദി വളരെ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്ത്രപരമായിട്ടുള്ള നീക്കം കേരളത്തിൽ നടത്തുന്നുണ്ട് എങ്കിൽ ഇവിടെ UDF ആണെങ്കിലും LDF ആണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വളരെ അതിനേക്കാൾ കൂടിയ തന്ത്രപരമായ നീക്കം നടത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ മണ്ണും ചാരി നിന്ന ആളുകൾ പെണ്ണുകൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത പോലും ഉണ്ടാകും. കോൺഗ്രസും CPM ഒക്കെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. അതിനവർ ഇനി അങ്ങോട്ട്, കാരണം ഒരു കരുനീക്കം, അത് ചെസ്സിലെ കളി പോലെയാണ്. ഒരു കരുനീക്കം നടത്തുമ്പോൾ അതിന് മറുകരുനീക്കമാണ്. വികാരം കൊണ്ടല്ല, വിചാരം കൊണ്ടും യുക്തി കൊണ്ടുമാണ് നേരിടേണ്ടത്. അത് കുറെ കൂടി തന്ത്രപരമായിട്ട് നേരിടണം എന്നാണ് എനിക്ക് അവരോട് പറയാറ്. അതെ, തീർച്ചയായും. ശ്രീ PM നിയാസ്,
എന്തായാലും പ്രത്യേക രാഷ്ട്രീയ പരാമർശങ്ങളൊന്നും എടുത്തു പറയാതെ തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂരിലെ ആദ്യ സന്ദർശനം. ഇനി ഒരു സന്ദർശനം കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രണ്ടാമത്തെ സന്ദർശനത്തിൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല. പരാമർശങ്ങൾ രാഷ്ട്രീയമായി ആഞ്ഞടിക്കുകയാണെങ്കിൽ ഭാരതത്തിൽ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഏതു രീതിയിലായിരിക്കും പ്രതിരോധിക്കുക? കാരണം തൃശൂരിൽ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുന്നതിനായി തടിച്ചുകൂടിയ ജനലക്ഷങ്ങളുടെ സാന്നിധ്യം, സ്വീകാര്യത ഒക്കെ തന്നെ. നോക്കൂ, അതിനു മുമ്പ് അങ്ങ് പറയുന്നതിന് മുമ്പ് നമ്മുടെ ജയസൂര്യ പറഞ്ഞു 2014 അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനോട് പ്രതിഷേധം നടത്തിയിരുന്നു. എന്തായിരുന്നു കാര്യം എന്നറിയുമോ? 2014 അദ്ദേഹം വന്നത് വംശഹത്യയുടെ നായകനായി. ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളെ മുഴുവനായി കൊന്നൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഏറ്റവും വലിയ നരഹത്യ നടത്തിയ, വംശഹത്യ നടത്തിയ ഒരു മുഖ്യമന്ത്രി എന്ന ഈ ഒരു 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 പേരുമായാണ് അദ്ദേഹം വന്നത്. സ്വാഭാവികമായും അതാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിനെതിരെയുള്ള കാതൽ. അതുപോലെ തന്നെ അതിനുശേഷം രണ്ടാമത് വന്നപ്പോഴും അദ്ദേഹം പിന്നെ നോട്ട് നിരോധനവുമായി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനെ സംബന്ധിച്ചു. അതിന് ഓരോ തവണയും അദ്ദേഹത്തിനെതിരായി പ്രതിഷേധങ്ങളല്ലാതെ നിങ്ങൾ പറയുന്ന പ്രകൃതങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മുടെ ജയസൂര്യ പറഞ്ഞു ഇവിടെ വീട് കൊടുക്കുന്നു. എൻ്റെ ജയസൂര്യ, ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി മുതൽ ഉള്ള കാലങ്ങളിൽ ഇവിടെ പല പേരുകളിലായി വീട് കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു ജൻധൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞത്? ഓരോരുത്തർക്കും ഇത്ര ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കും. എവിടെ നിന്നാണ് എടുക്കുന്നത്? സ്വിസ് ബാങ്കിൽ അനധികൃതമായി ഉള്ള പണം മുഴുവൻ എടുത്ത് ഓരോരുത്തർക്കും ഇത്ര ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കാർക്ക് കിട്ടിയില്ല, ജയസൂര്യക്ക് കിട്ടിയോ എന്ന് ജയസൂര്യ പറയുക. അത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വാഗ്ദത്ത ലംഘനമാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞു ഈ രാജ്യത്ത് തൊഴിൽ കൊടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞില്ല മനഃപൂർവ്വം. തൊഴിൽ പരിശീലനം കൊടുത്ത് അവർക്ക് 2.17 ലക്ഷം ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ജോലിയാവുമോ? ജോലി കൊടുക്കാൻ കഴിയുന്ന സൈന്യത്തിൽ പോലും നിങ്ങൾ ഈ 3.5 ലക്ഷം ഒരു കൊല്ലം കൊടുക്കാൻ കഴിയുന്ന സ്ഥലമാണ് സൈന്യം. അവിടെ പോലും നിങ്ങൾ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കൂലിപ്പട്ടാളത്തിന് വെച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ അംഗനവാടി, എൻ്റെ ജയസൂര്യ, അംഗനവാടിയിൽ കാലാകാലങ്ങളിൽ അംഗനവാടി തുടങ്ങിയ കാലം മുതൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ തുടങ്ങിയ കാലം മുതൽ അംഗനവാടിക്കുള്ള തുക കേന്ദ്ര ഗവൺമെൻറ്റാണ് തരുന്നത്. അറിയില്ലെങ്കിൽ ഒന്ന് പഠിക്കണം. പിന്നെ നിങ്ങൾ എൽ പി ജി നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞത്? ഈ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് 400 രൂപയായിരുന്നു LPG യുടെ കാരണം. അത് 400 രൂപ എങ്ങനെയാണെന്നറിയോ? 400 രൂപ ഈ സബ്സിഡൈസ്ഡ് ആണ്. ഈ 400 രൂപ ആവുന്നത് അന്ന് 600 രൂപയ്ക്ക് കൊടുക്കേണ്ട സാധനം 400 രൂപയ്ക്ക് കൊടുക്കുകയായിരുന്നു. 200 രൂപ ഓരോ കുറ്റിക്കും സർക്കാർ സബ്സിഡി കൊടുക്കുകയായിരുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറ്റിയാണ് ഇന്ന് നിങ്ങൾ സബ്സിഡി 0, വട്ടപൂജ്യം. 400 രൂപക്ക് കൊടുത്തിരുന്ന ഗ്യാസ് പാവപ്പെട്ട മഹിളകളോട് ഗ്യാസ് ഞങ്ങളിതാ സബ്സിഡി കൂടി തരുന്നു എന്ന് പറഞ്ഞ് അവരെയൊക്കെ നിങ്ങൾ ഈ പറയുന്ന 3.4 ലക്ഷം ആളുകൾക്ക് കൊടുത്ത് നിങ്ങൾ ഇവർക്ക് സബ്സിഡി തരുന്നു എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഗ്യാസിലേക്ക് മാറ്റി അവരെ കൊള്ള ചെയ്തിരിക്കുകയാണ്. 400 രൂപക്ക് കൊടുത്തിരുന്ന ഗ്യാസ് ഇന്ന് 1100 രൂപയായി. ആലോചിക്കണം, ആരാണ് കക്കുന്നത്, ആരാണ് കൊള്ളയടിക്കുന്നത്? പാവപ്പെട്ട ജനങ്ങൾക്ക് മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞു ആരോഗ്യരംഗത്ത് ബഷീർ. എൻ്റെ പ്രിയപ്പെട്ട ജയസൂര്യ, ആരോഗ്യരംഗത്ത് കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായമാണ്. ഭക്ഷ്യസാധനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ തുക തന്നെയാണ്, അരി തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൽ റേഷൻ കടയിലൂടെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ മൂലധന നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞു. എവിടെയാണ് മൂലധന നിക്ഷേപം ഉണ്ടായത്? മൂലധന നിക്ഷേപമല്ല, LIC വിറ്റു, സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെ ഇനിയൊന്നും കേരളത്തിലെ മുഴുവൻ എയർപോർട്ട് വിറ്റു, റെയിൽവേ ലൈനുകൾ പോലും നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിൽക്കാത്തതായി നിങ്ങൾ ബക്രാന്തങ്ങൾ അണക്കെട്ട് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അതും നിങ്ങൾ വിറ്റേനെ. നിങ്ങൾ ഈ രാജ്യത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ കോൺഗ്രസ് ഗവൺമെൻറ് 50 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയ മൂലധന നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും വൈദ്യുതി നിലയം വരെ, കൽക്കരി നിലയം വരെ നിങ്ങൾ വിറ്റിരിക്കുകയാണ്. പിന്നെ നിങ്ങളിവിടെ പറയുന്നത് ഞങ്ങൾ കോളേജ് അധ്യാപകർ പുതിയ കണ്ടുപിടുത്ത കോളേജ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. എൻ്റെ UGC വന്ന കാലം മുതൽ ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു 6 കൊല്ലം കോഴിക്കോട് സർവകലാശാലയിൽ. അന്ന് നിങ്ങൾ ഭരിക്കുന്ന കാലമല്ല, അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലമാണ്. ആ ഭരിക്കുന്ന കാലത്ത്
അന്നും ഈ UGC പദ്ധതി പ്രകാരം കോളേജ് അധ്യാപകർക്കും യൂണിവേഴ്സിറ്റി അധ്യാപകർക്കും തുകയുടെ പകുതി കേന്ദ്ര ഗവൺമെന്റാണ് വെച്ചുകൊണ്ടിരുന്നത്. വിഡ്ഢിത്തവും വിവരക്കേട്. ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം 2014 ശേഷമാണ് ഇവിടെ കേന്ദ്രത്തിന്റെ സഹായമുണ്ടത്. അതുവരെ കേന്ദ്രത്തിന്റെ സഹായമില്ല. ഇതാണ് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങ് അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഒന്ന് പഠിക്കണം. 2047 ഈ ഇങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നോ? 57 ഉണ്ടായിരുന്നോ? 67 ഉണ്ടായിരുന്നു? 77 ഉണ്ടായിരുന്നോ? 87 ഉണ്ടായിരുന്നോ? ഒക്കെ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാലാകാലങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര വിഹിതം കുറച്ച് വരികയാണ്, അല്ലാണ്ട് കൂടുതൽ കൂട്ടി വരികയല്ല. പിന്നെ ഞങ്ങളിവിടെ കൊടുത്തത് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ അക്കൂസ് കൊടുത്തത്. ഈ രാജ്യത്തെ ആളുകൾക്ക് വർഷത്തിൽ 100 ദിവസം മഹാത്മാ തൊഴിൽ ദാന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് 100 ദിവസത്തെ കൂലി കൊടുക്കാൻ തീരുമാനമെടുത്തത് ഇന്ത്യ ഗവൺമെന്റാ. ഇത് എത്ര കോടിക്കണക്കിന് ആളുകൾക്കാണ് അവിടെ കാർഷിക ലോണ്, ആ കുടിശ്ശികയായ കാർഷിക ലോൺ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച് 1 രൂപ എഴുതി തള്ളിയോ? നിങ്ങൾ എഴുതി തള്ളി. അദാനിയുടെ കടം, അംബാനിയുടെ കടം, അങ്ങനെ അംബാനിയുടെയും കോർപ്പറേറ്റ് മേഖലകളുടെയും കോടിക്കണക്കിന് രൂപ എഴുതി തള്ളി എന്നുള്ളതാണ്. പാവപ്പെട്ടവന് 1 കോടി രൂപ, ഒരു ഉറുപ്പ്യ പോലും നിങ്ങൾ ചെയ്തിട്ടില്ല. ജൻധൻ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ സ്ഥിതി അറിയോ? ജൻധൻ ഫണ്ടിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാവപ്പെട്ടവൻ ജൻധൻ അക്കൗണ്ടിൽ 1000 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓരോ കൊല്ലവും നിങ്ങൾ പിടിക്കുക. അവൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പിടിച്ച് എത്ര കോടിയാണ് കേന്ദ്രത്തിൻ്റെ ഈ പിടിപ്പുകൾ കൊണ്ട് ഈ ദേശസാൽകൃത ബാങ്കുകൾ പാവപ്പെട്ടവരിൽ പിടിക്കുന്നതെന്ന് അറിയാമോ? പക്ഷെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് 1000 2,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 500 രൂപ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പിഴയായി ഈ ദേശസാൽകൃത ബാങ്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോ മേഖലകളിലും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന കാര്യമാണ്. പിന്നെ കടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ബലദേവ് വളരെ ഭംഗിയായി പറഞ്ഞു. ഈ രാജ്യത്ത് നിങ്ങൾക്ക് കേരള ഗവൺമെന്റിനെ വിമർശിക്കാൻ അധികാരമില്ല. അവർ ചെയ്യുന്നൊന്നും ശരിയല്ല. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? കടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, കടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടം കൂട്ടാൻ പാടില്ല, ഞങ്ങളിതാ പിടിച്ചു നോക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതോ ഏറ്റവും കൂടുതൽ നമ്മുടെ മൂലധന നിക്ഷേപങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വിറ്റഴിക്കുകയാണ്. ഷെയറുകൾ അങ്ങനെ കിട്ടുന്ന തുക കടം വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കടം വാങ്ങുന്നതോ എത്ര ശതമാനമാണ്? കണക്കില്ലാത്ത രീതിയിൽ കടം വാങ്ങുകയാണ്. അങ്ങനെ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്ന കൂട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളാണ് പറയുന്നത് കേരള കടം കൂടുതലാണ്. എന്ത് നാണം കെട്ട പ്രത്താനാണ്. ഒരു 2 കാലിലും മന്തുള്ള ആള് 1 കാലിലും മന്തുള്ളവരെ കളിയാക്കുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്തരം വാദപ്രതിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലാതെ പോകുന്ന കാഴ്ചകൾ ഇനിയും കാണേണ്ടി വരും. അതുകൊണ്ട് നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിന്റെ തന്നെ തമ്മിലടി അത് രാജസ്ഥാനിൽ എപ്രകാരമായിരുന്നു നിയമസഭാ ഇലക്ഷൻ അടക്കം പ്രതിഫലിച്ചത് എന്നുള്ളത് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലാതെ ക്രിയാത്മകമായി എന്ത് നടപടികളിലേക്ക് നീങ്ങും പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളതെന്നുള്ളതാണ് കാണേണ്ടത്. ശ്രീ ജയസൂര്യൻ, അദ്ദേഹം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. PM നിയാസ് വിമർശിക്കുന്നത് കടബാധ്യതയിൽ കേന്ദ്ര സർക്കാർ ഉഴലുകയാണ് എന്നുള്ളതാണ്. ബാക്കി ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ പൊള്ളയായ വാഗ്വാദങ്ങൾ മാത്രമാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷേ കൃത്യമായി കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കണക്കുകൾ തന്നെയാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഇനി വരുന്ന അടുത്ത ഗവൺമെന്റും ഏതു രീതിയിലായിരിക്കണം എന്നുള്ള ദിശാബോധം അദ്ദേഹത്തിന് ഉണ്ട്. ഇവിടെ LDFന്റെയും UDFന്റെയും ശ്രീ ബൽദേവും ശ്രീ നിയാസും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അല്പസമയം അനുവദിക്കണം എന്ന ആമുഖത്തോടെ തുടങ്ങട്ടെ. ഇവിടെ നിരവധി കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ അതിന്റെ വാസ്തവങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളപ്രചരണമാണ് LDFും UDFും നടത്തുന്നത്. ഇപ്പൊ സ്വർണ്ണ കള്ളക്കടത്ത് കേസിനെ കുറിച്ച് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബസ്സിന് കല്ലെറിഞ്ഞ SFIക്കാരുടെ കേസ് പോലും, സാധാരണ ബസ്സിന് കല്ലെറിഞ്ഞ കേസ് പോലും 12 വർഷം 14 വർഷം കഴിയുമ്പോഴാണ് ശിക്ഷ വരുന്നത്. ഇത് അതുപോലെ ഒരു കേസാണോ? ഇവിടെ പ്രതി ആരാണ്? പ്രതി സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം പ്രതിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാന ഭരണകൂടം പ്രതിയായിട്ട് നിൽക്കുമ്പോൾ ആ സംസ്ഥാന ഭരണകൂടത്തിന് തലവനായി നിൽക്കുന്ന മുഖ്യമന്ത്രി അവിടുത്തെ മുഴുവൻ അന്വേഷണ സംവിധാനങ്ങളുടെയും പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകളുടെയും തെളിവ് ഹാജരാക്കേണ്ട ഓഫീസുകളുടെയും എല്ലാം അധിപൻ പ്രതിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ, കുറ്റവാളിയായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഭരണകൂടത്തോട് കേന്ദ്ര ഭരണകൂടം ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമല്ല ഇവിടെ. യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസികൾ എല്ലാവരും പറയാറുണ്ട് അന്വേഷിക്കുന്നത് മോഡിയല്ലേ. മോഡിയല്ലല്ലോ അന്വേഷിക്കുന്നത്. പണ്ട് പറയുമായിരുന്നു കോടതിയെല്ലാം RSS ആണ്, കോടതിയെല്ലാം BJP ആണ്, കോടതിയെല്ലാം മോഡിയുടെ കയ്യിലാണ്. ഇപ്പൊ അങ്ങനെ പറയുന്നില്ല.
അതിനു മുമ്പ് പറയുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോഡിയാണ്, എവിടെ കുത്തിയാലും താമരയാണ്. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് LDF UDF ചെയ്യുന്നത്. അതായത് അന്വേഷണ സംവിധാനങ്ങളും കോടതികളും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്ത ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ്. അപ്പോൾ ആ അന്വേഷണ സംവിധാനങ്ങൾ നിയമപ്രകാരം അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ ഭരണകൂടം, സംസ്ഥാന ഭരണകൂടം കൂടി സഹകരിക്കണം. അതുണ്ടാവുന്നില്ലല്ലോ. സംസ്ഥാന ഭരണകൂടം പ്രതിക്കൂട്ടിലല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലതാമസം എടുക്കും. അതാ ഞാൻ പറഞ്ഞത്, SFIക്കാരൻ ബസ്സിന് കല്ലെറിഞ്ഞാൽ പോലും 12 കൊല്ലം കഴിഞ്ഞാണ് ശിക്ഷയെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിന് എത്രമാത്രം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അത് നരേന്ദ്രമോദിയുടെ ഒത്തുകളിയാണെന്നോ അല്ലെങ്കിൽ അന്വേഷിക്കാത്തത് കൊണ്ടാണോ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തെറ്റാണ്. മറ്റൊന്ന്, കറൻസിയുടെ കഥ ശ്രീ ബൽദേവ് പറഞ്ഞു. ഇന്ത്യയിലെ കള്ളപ്പണം കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോട്ടിന്റെ എണ്ണത്തിലല്ല, ഇന്ത്യയിലുണ്ടായ നോട്ടുകൾ എത്രയാണെങ്കിലും ആ നോട്ടുകൾ അക്കൗണ്ടഡ് മണി ആയിട്ട് മാറിയോ, അതിന് നികുതി കൊടുത്തോ, സർക്കാരിന്റെ കീഴിലേക്ക്, നിയന്ത്രണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നോ, കള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചോ, അത് നേടാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയുടെ കടത്തെക്കുറിച്ച് ഇടതുപക്ഷം വളരെ വാചാലമായിട്ട് നാട്ടുകാരെ ആടിനെ പട്ടിയാക്കുന്നത് പോലെ പറയുന്ന കാര്യമാണ് ഇന്ത്യയുടെ കടം വളരെ കൂടുതലാണ് എന്ന്. ഇന്ത്യയുടെ കടവും കേരളത്തിന്റെ കടവും താരതമ്യം ചെയ്യാൻ പോകുന്ന കാര്യമേ അല്ല. കേരളം എന്ന് പറയുന്നത് രാജ്യമല്ല, സംസ്ഥാനമാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ 8 കേന്ദ്രഭരണ പ്രദേശത്തിൽ ഒരെണ്ണം മാത്രമാണ്, 1% മാത്രം പ്രദേശമാണ്. ആ പ്രദേശത്തുള്ള ഒരു സംസ്ഥാനം കടം വാങ്ങുന്നത് രാജ്യം കടം വാങ്ങുന്നത് പോലെയല്ല. ഇന്ത്യ രാജ്യത്തിന്റെ കടമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കടം ഒന്നിച്ചു കൂട്ടിയുള്ള കടം. അത് മാത്രമല്ല ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടം, അത് മാത്രമല്ല ഇന്ത്യയിലെ വ്യവസായികൾ അടക്കമുള്ള ആൾക്കാർ വാങ്ങിക്കുന്ന കടം, ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടുമ്പോഴാണ് ഇന്ത്യയുടെ കടം എന്ന് പറയുന്നത്. ഇത് മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടാണ് ഇന്ത്യയുടെ കടത്തെ പെരുപ്പിച്ച് കാണിക്കുന്നത്. ഇത് മുഴുവൻ നരേന്ദ്രമോദി മേടിച്ച കടമാണെന്നാണ്. ഇനി ആണ് എന്ന് തന്നെ കണക്കാക്കിയാൽ പോലും നോക്കുക, കേരളം കടം വാങ്ങുന്നത് പോലെയല്ല കേന്ദ്രം കടം വാങ്ങുന്നത്. കേന്ദ്രം കടം കൊള്ളുന്നത് ഇന്ത്യക്ക് അകത്ത് വിവിധങ്ങളായിട്ടുള്ള സോഴ്സുകളിൽ കൂടിയാണ്. ആ കടം കൂടി ഇന്ത്യ ഗവൺമെന്റിന്റെ കടബാധ്യതയുടെ ഭാഗമായിട്ട് വരികയാണ്. സാമ്പത്തിക ശാസ്ത്രം വ്യക്തമായിട്ട് അറിയാത്ത സാധാരണക്കാരന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ അവരെ പറ്റിക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റുകാരൻ പണ്ട് മുതലേ നടത്തുന്ന ഒരു പറ്റീരാണിത്. എങ്ങനെയാണെന്നറിയാമോ? പണ്ടൊരു 501 എന്ന് പറഞ്ഞൊരു ബാർ സോപ്പ് ഉണ്ടായിരുന്നു, ടാറ്റ കമ്പനിയുടെ. അന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കവലതോറും മൈക്ക് കെട്ടി പ്രസംഗിച്ചിരുന്നത് 501ാമത്തെ ബാർ സോപ്പാണ് നമുക്ക് തരുന്നത്. അപ്പോൾ 1 മുതൽ 500 വരെയുള്ള സോപ്പ് എവിടെ പോയി? ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചോദ്യം. സാധാരണക്കാരന് വല്ലതും അറിയാവോ? അപ്പൊ അവൻ പറയും അതൊക്കെ മുതലാളിമാർക്കും വിദേശത്തേക്കും കൊടുത്തിട്ട് 501ാമത്തെ ബാർ സോപ്പാണ് നമ്മൾ പാവങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മൊബൈലുണ്ട്, ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട്, ഇന്ന് വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കള്ളപ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ത്രിപുരയും ബംഗാളും ഒന്നും അതുപോലെ സംഭവിക്കുമായിരുന്നില്ല. ലോകത്ത് 56 രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്നു. അവിടെയൊക്കെ ഇതുപോലെയുള്ള കള്ളക്കഥകൾ പറഞ്ഞു പരത്തി ആൾക്കാരുടെ വോട്ട് വാങ്ങി അല്ലെങ്കിൽ പിന്തുണ വാങ്ങി അവർ അധികാരത്തിൽ വന്നു. ഇന്ന് 56ൽ 51 രാജ്യങ്ങളും തകർന്നു വീണ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം സമ്പന്ന രാജ്യമാണെന്ന് പറയാൻ പറ്റുമോ? ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടി കണ്ട രാജ്യങ്ങളായിട്ട് മാറി. എന്താ കാരണം? ലോകത്ത് പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസമാണ് ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന് കടം വാങ്ങാമെങ്കിൽ ഞങ്ങൾക്കും കടം വാങ്ങാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ കടം എന്താണ്, ഞങ്ങളുടെ കടം എന്താണ് എന്നുള്ളത് ജനങ്ങൾ പഠിക്കും. തീർച്ചയായിട്ടും ഈ ആരോപണത്തിന്റെ മറുപടിയായി ജനങ്ങൾ അത് പഠിക്കും. അതുപോലെ തന്നെ നടത്തുന്ന മറ്റു വലിയൊരു തട്ടിപ്പാണ് വിറ്റുമുടിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കുന്നു, വിറ്റു മുടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങളാണ്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിടിച്ചു നിർത്തണം എന്നിവർ പറയുന്നതിന്റെ അർത്ഥം എന്താ? രക്ഷിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം ഭരിച്ച പൊതുമേഖലാ സ്ഥാപനം എന്തുകൊണ്ടാണ് KSRTC രക്ഷപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് രക്ഷപ്പെടാത്തത്? എന്തുകൊണ്ടാണ് 60 രൂപയുടെ മദ്യം മേടിച്ച് 1600 രൂപയ്ക്ക് വിറ്റിട്ടും ബീവറേജ് കോർപ്പറേഷൻ രക്ഷപ്പെടാത്തത്, നഷ്ടത്തിൽ പോയത്? അപ്പൊ പൊതുമേഖലാ സ്ഥാപനം എന്ന ഓമന പേരിട്ട് വിളിച്ചിട്ട് ട്രേഡ് യൂണിയൻ മാഫിയകൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടി, രാഷ്ട്രീയ കൊള്ളയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിച്ചിട്ട് അതിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി നിർത്തുന്ന ഒരു സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലത്തും നടപ്പാക്കിയത്. എന്നിട്ട് അവർ അതിനകത്തിരുന്നു കൊണ്ട് അത് നശിപ്പിക്കുകയാണ്, കൊള്ളയടിക്കുകയാണ്. പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടിക്കും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നീക്കം BJP വ്യക്തമായി പറയുകയാണ്. നേരത്തെയും പറഞ്ഞു. അതായത് ഡീസെൻട്രലൈസേഷൻ, അതുപോലെ തന്നെ
ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇത് BJPയുടെ നയമാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമല്ല. അതുകൊണ്ട് BJP ഭരിക്കുന്ന ഭാരതം ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് പോവില്ല. ഇന്ന് തന്നെ നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷം ലോകത്ത് അമേരിക്കയും ജപ്പാനും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം സാമ്പത്തികമായിട്ട് തകർന്നു വീഴുന്നു. ചൈനയുടെ കാര്യമായിട്ട് പറയാനുമില്ല. അതിലെ ജർമ്മനിയും ജപ്പാനും അടക്കമുള്ളവർ മൈനസ് വളർച്ചയിലേക്ക് പോയി. ഇന്ത്യ എവിടെയാ നിൽക്കുന്നത്? 7.9 വലിയ സാമ്പത്തിക ശക്തി, ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തി, 5 ട്രില്യൺ എക്കണോമിയിലേക്ക് കുതിച്ചുയരുകയാണ് ഭാരതം. അത് 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ അധികം കാലഘട്ടം വേണ്ട എന്ന് ലോകം വിധി എഴുതുമ്പോ ആ ഭാരതം കൈക്കൊണ്ട സാമ്പത്തിക നിലപാടുകൾ ഈ രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഇവിടെ പറയുന്നത് കേട്ടു, പ്രതിമ നിർമ്മിച്ചാൽ എന്താ ഗുണം, രാമക്ഷേത്രം നിർമ്മിച്ചാൽ എന്താ ഗുണം. ഇവിടെ പട്ടേലിന്റെ പ്രതിമ ഗുജറാത്തിൽ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. 3000 കോടി രൂപ മുടക്കി പ്രതിമ നിർമ്മിച്ചപ്പോൾ ആക്ഷേപമായിരുന്നു. ഇന്ന് ആ പ്രതിമ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ 16 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് വനത്തിനുള്ളിൽ ഒരു വലിയ നഗരം തന്നെ ഉയർന്നു വന്നു. 3000 കോടി രൂപ നിർമ്മിച്ച ആ പ്രതിമ 9000 കോടി രൂപയ്ക്കധികം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ആ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കഴിഞ്ഞു. അതൊരിക്കലും പ്രതിമ നിർമ്മാണമല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തന്നെയാണ്. അതെ, ശ്രീ ജയസൂര്യൻ, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ PM നിയാസിന് 8:30 തന്നെ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ നിയാസിലേക്ക് എത്തുകയാണ്. ശ്രീ നിയാസ്, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം NDAക്ക് തത്തുല്യമായി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തത്തുല്യമായി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. INDIA മുന്നണി ഉണ്ടാക്കിയെങ്കിൽ പോലും തമ്മിലടി അതിരൂക്ഷമായി തുടരുകയാണ്. അപ്പോൾ ഗ്യാസിന്റെ വില, ശൗചാലയങ്ങളുടെ കാര്യം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ക്രിയാത്മകമായ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് പോയാൽ മാത്രമേ ഇനി കോൺഗ്രസിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവ് കോൺഗ്രസിന് ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ ഈ ചാണകവെള്ളം തളിക്കൽ അടക്കമുള്ള ജനാധിപത്യ വിരുദ്ധ നടപടികളിലേക്ക് പോകുന്നത്. ക്രിയാത്മകമായി കോൺഗ്രസ് ഇനിയേറെ മുന്നേറേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് വലിയ സമ്മേളനം നടത്തിയതുകൊണ്ടോ റോഡ് ഷോ നടത്തിയതുകൊണ്ടോ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സ്ഥാനവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ കുറവ് വോട്ടുകളായി അദ്ദേഹം ചുരുങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. നരേന്ദ്രമോദി ഇന്നലെ വന്ന് പറഞ്ഞത് കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നാണ്. അങ്ങനെ അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാ പ്രവർത്തിക്കാഞ്ഞത്? ഒരു ഭരണഘടന തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന ആൾ ഏറ്റവും വലിയൊരു ക്രൈം നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിന് കീഴിലുള്ള ഏജൻസി, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള BJP വിരുദ്ധ സർക്കാരുകളിലെ മന്ത്രിമാരെയും നേതാക്കന്മാരെയും ഒക്കെ വളഞ്ഞിട്ട് പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഏജൻസി കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പോലും ഇതുവരെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ പ്രതിസ്ഥാനത്തുള്ള കൊടകര കേസ് അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് തേച്ചു മാറ്റി കളഞ്ഞു. ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ഈ കൊടുക്കൽ വാങ്ങൽ കൊണ്ട് ഇവിടെ വന്ന് ഉമ്മാക്കി കാണിച്ച് എങ്ങനെയെങ്കിലും ഒരു സീറ്റ്, കോൺഗ്രസിന്റെ സീറ്റ് അങ്ങ് അടിച്ചു മാറ്റാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് കാലം ഈ കേരളത്തിലെ മുസോളിനിയും ഹിറ്റ്ലറും ഉൾപ്പെടെയുള്ള സ്വേച്ഛാധിപതികൾ അവിടെ ഈ രാജ്യത്ത് ലോകം അടക്കി വാണിരുന്നു. പക്ഷെ അതേ കാലം നിന്നില്ല. ഒരു കാലം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അതുകൊണ്ടാണോ ശ്രീ നിയാസ് റായ്ബറേലി ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് വരേണ്ടി വന്നത് രാഹുലിന്? ഞാൻ പറയാം അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ രാജ്യത്ത് BJP അതിൻ്റെ ഏറ്റവും ചെറിയ 2 സ്ഥാനങ്ങളായി ഇന്ത്യയിൽ ലോക്സഭയിൽ മാറിപ്പോയി. ചരിത്രമാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തിരിച്ചു വന്നത്. ഇപ്പോൾ കോൺഗ്രസ് 54 ചുരുങ്ങിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങളുടെ വോട്ട് ശതമാനം 35% താഴെയാണ്. ആ 35% കഴിയുമ്പോൾ 70-65% ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. അവരെയെല്ലാം യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുന്നു. ഞങ്ങൾക്കൊരു സംശയം വേണ്ട, ഇതുപോലെയുള്ള ജിമ്മിക്ക് കാണിച്ചിട്ടും ഉമ്മാക്കി കാണിച്ചൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ തനിപുറം തനി നിറം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. CPM-ഉം നിങ്ങളൊക്കെ തമ്മിലുള്ള BJP നരേന്ദ്രമോദിയും ഒക്കെ തമ്മിലുള്ള ബന്ധം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ഗ്യാരണ്ടി കൊടുത്തിട്ടും നിങ്ങളെ ഗ്യാരണ്ടി നിങ്ങളെ പപ്പടം പൊടിയും പോലെ പൊടിയും എന്ന കാര്യത്തിൽ ശരി. ശ്രീനിയാസ്, അവസാനമായി ഒരു പരാമർശം കൂടി ചില പഠനങ്ങളിൽ നിന്ന് വരുന്നതാണ്. കാരണം കഴിഞ്ഞ 20 വർഷത്തിനിടെ തൃശ്ശൂർ
തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ വോട്ട് ശതമാനം 6-ൽ നിന്ന് വളർന്നത് 28% എന്നുള്ളതാണ്. അതുകൊണ്ട് ഗ്യാരണ്ടികൾ പലതും ഫലവത്താകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഓട്ടമുക്കാൽ പോലെയാണ് നിങ്ങളുടെ ഗ്യാരണ്ടി. ഇന്ന് വരെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെയും ഇന്ത്യയുടെ ജനങ്ങൾക്ക് മുമ്പാകെയും ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞു, നിങ്ങൾ നൽകിയ ഒരു ഗ്യാരണ്ടിയും അത് നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും സബ്സിഡി ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കടക്കണിയിലാക്കി മുന്നോട്ട് പോയി സാമ്പത്തിക സംവിധാനം തകർന്ന് ഇന്ന് നാളെ ഒരു ശ്രീലങ്കയായി ഇന്ത്യയെ മാറ്റുവാനുള്ള ശ്രമവുമായാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് രക്ഷ കോൺഗ്രസ്, നിങ്ങളുടെ താല്പര്യം ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കുകയും രാജ്യത്തെ രക്ഷിക്കുകയുമല്ല, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരായ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി അവരെ തീറ്റിച്ച് കൊഴുപ്പിച്ച് അവരെ ഈ രാജ്യത്തെ ഭീമന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായാണ് നരേന്ദ്രമോദി പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണമായും ബോധ്യപ്പെടും. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയാത്ത ഒരു പാർട്ടിയായി കേരളത്തിൽ BJP മാറുക തന്നെ ചെയ്യും. ശരി ശ്രീനിവാസ്, ഇന്ത്യ നാളെ ശ്രീലങ്കയായി മാറുമെന്നാണ് ശ്രീനിവാസ് പറഞ്ഞത്. അതിനു മുൻപ് കേരളം ശ്രീലങ്കയായി മാറാതിരുന്നാൽ നല്ലത് എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ.